Hello everyone. This is the part 3, the final part for the revision class. ലാസ്റ്റ് രണ്ട് പാർട്സിൽ നമ്മൾ ഡീൽ ചെയ്തത് ഫസ്റ്റ് പാർട്ടിൽ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസും ലാമിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആയിരുന്നു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്തത് റിസൾട്ടന്റ് ഓഫ് എ ഫോഴ്സ് സിസ്റ്റം, ഒരു ഗിവൺ ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. സോ ദീസ് were the 4 types we dealt before. In this video we will be moving to type 5, type 6 and type 7. Type 5 free body diagram അതിന്റെ പ്രോബ്ലം സോൾവിംഗ് ആണ്. ടൈപ്പ് 6ൽ മൊമെന്റിന്റെ സിമ്പിൾ പ്രോബ്ലംസ് ആണുള്ളത്. ദെൻ ടൈപ്പ് 7ൽ വാരിക്കൻസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ലെറ്റ്സ് മൂവ് ടു വീഡിയോ. ഓക്കെ, നിങ്ങളുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആർ റിലേറ്റഡ് വിത്ത് ഫ്രീ ബോഡി ഡയഗ്രാം. ഇത് കേറ്റിയോണൊക്കെ ചോദിച്ച പ്രോബ്ലമാണ്. ഞാനിപ്പോൾ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുന്നു. സോ നിങ്ങളുടെ ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ചോദിക്കാം. ഒന്ന്, ഒരു സെറ്റ് ഓഫ് സിസ്റ്റം തന്നിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ഫോഴ്സ് നെറ്റ്വർക്ക് ഏതൊക്കെയാണ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ട് കിടക്കുന്ന ഫോഴ്സസ്, അതൊക്കെ നിങ്ങളോട് ചോദിക്കാം. അതായത് അതിൻ്റെ അകത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനെന്ന് പറഞ്ഞ് സ്പെസിഫൈഡ് ആയിട്ട് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വന്ന് കുറച്ചുകൂടെ മാർക്ക് കൂട്ടിയിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാൻ, നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിന്ന് ഉള്ള ഫോഴ്സ് സിസ്റ്റംസ് മുഴുവൻ കണ്ടുപിടിച്ചെടുക്കാൻ ചോദിക്കാം. ഇപ്പോൾ കോംപ്ലക്സിറ്റി കൂടിയത് നമ്മൾ സോൾവ് ചെയ്യുവാണ്. ഫോഴ്സ് സിസ്റ്റം മൊത്തം തരുവാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ റെഡി ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 2 smooth cylinders A and B, each of diameter 400 mm and weight 200 Newton. രണ്ടിന്റെയും ഡയമീറ്റർ സെയിം ആണ്, വെയിറ്റും സെയിം ആണ്. Rest in a horizontal channel having vertical walls and base width of 720 mm as shown in figure. ഒരു റെക്ടാംഗുലർ ചാനൽ, രണ്ട് സിലിണ്ടർ കിടക്കുന്നു. ഓക്കെ, അതിന്റെ ബേസ് വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റിയാക്ഷൻസ് അറ്റ് P, Q and R. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, റിയാക്ഷൻസ് വരയ്ക്കുമ്പോൾ റിയാക്ഷൻസ് എപ്പോഴും നിങ്ങൾ ഫ്രം സപ്പോർട്ട് ടുവേർഡ് ദ ബോഡി ആയിരിക്കണം റിയാക്ഷൻസ് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ സർഫസിൽ നിങ്ങളുടെ ബോഡി ടച്ച് ആകുന്നുണ്ടോ അവിടെ എല്ലാം നിങ്ങൾക്ക് റിയാക്ഷൻസ് കാണും. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആ ബോഡിയുടെ സെൽഫ് വെയിറ്റ് അത് അവിടെ വരും. ഏത് ബോഡി എടുത്ത് വരച്ചാലും അതിന്റെ സെൽഫ് വെയിറ്റ് വരും. 2 എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻ. ആ ബോഡി എവിടൊക്കെ ടച്ച് ചെയ്തിരിപ്പുണ്ടോ അവിടെ എല്ലാം സപ്പോർട്ട് റിയാക്ഷൻസ് കാണും. ഫോർ എക്സാമ്പിൾ, ഇവിടെ പിയിൽ നിന്നൊരു സപ്പോർട്ട് റിയാക്ഷൻ കാണും, നെയിം ഇറ്റ് ആസ് RP. അല്ലെന്നുണ്ടെങ്കിൽ ക്യൂവിൽ നിന്ന് ഒരു സപ്പോർട്ട് റിയാക്ഷൻ കാണും, നെയിം ഇറ്റ് ആസ് RQ. ആറിൽ നിന്ന് ഒരു സപ്പോർട്ട് റിയാക്ഷൻ കാണും, നെയിം ഇറ്റ് ആസ് RR. സോ ഇതെല്ലാം നിങ്ങളുടെ കോണ്ടാക്ട് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന റിയാക്ഷൻസ് ആണ്, അതെല്ലാം കാണും. ദെൻ ഇവിടെയും നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ കാണും, A Bയിൽ ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ കാണും. സിമിലർലി B A കൊടുക്കുന്ന റിയാക്ഷൻ കാണാം, വിച്ച് വിൽ ബി സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഞാൻ അതിനെ RAB എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ ഇത്രയുമാണുള്ളത്. ദെൻ ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതാണ് നിങ്ങളുടെ തേർഡ് കേസ്. എക്സ്റ്റേണൽ ഫോഴ്സസ്, അവൈലബിലിറ്റി ഓഫ് എനി എക്സ്റ്റേണൽ ഫോഴ്സ്. ഇവിടെ നിന്ന് ആരെങ്കിലും പുള്ള് ചെയ്യുന്നുണ്ടോ, പുഷ് ചെയ്യുന്നുണ്ടോ, വേറൊരു വെയിറ്റ് കൊണ്ടിടുന്നുണ്ടോ. സോ ദോസ് ആർ യുവർ എക്സ്റ്റേണൽ ഫോഴ്സ് കണ്ടീഷൻസ്. അതെന്തെങ്കിലും പ്രസന്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് യുവർ തേർഡ് കേസ്. ആൻഡ് യുവർ ഫോർത്ത് കേസ്, ഡ്രോ എവറിഥിങ് വിത്ത് പ്രോപ്പർ ആംഗിൾസ്. എവറിഥിങ് പ്രോപ്പർ ആംഗിളിൽ മെഷർ ചെയ്യുക. നിങ്ങൾക്ക് അതിന് ഡയമെൻഷൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് കണ്ടുപിടിച്ചിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് സ്റ്റേജ് 4. സോ ഇത്രയുമാണ് നിങ്ങൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് എല്ലാ പ്രോബ്ലത്തിലും ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് ഈ കോഴ്സിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റിക്വയർമെന്റ് എന്താണ്? റിക്വയർമെന്റ് എന്ന് പറയുന്നത് P, Q, R എന്നുള്ള പോയിന്റിലെ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. അതിനു വേണ്ടി തന്നിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്, ദെൻ ചാനലിന്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ തന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനുള്ള നോളജ് വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ഈ ഒരു സിസ്റ്റത്തിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ നമുക്ക് വരച്ചു നോക്കാം. ഫസ്റ്റ് അതിന്റെ സെൽഫ് വെയിറ്റ്, നമുക്കിവിടെ 2 സിലിണ്ടേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിലിണ്ടർ നമ്പർ 1
അതിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന സിലിണ്ടർ നമ്പർ 2. Okay, cylinder number 1. അതിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന സിലിണ്ടർ നമ്പർ 2. So, 2 cylinders of identical cylinders ആണ് നമുക്കുള്ളത്. Then it is in a vertical chamber or a vertical channel. അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. Then first നമ്മൾ അതിന്റെ സെൽഫ് വെയിറ്റ് നമ്മൾ സെൽഫ് വെയിറ്റ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. സോ സെൽഫ് വെയിറ്റ് ചെക്ക് ചെയ്യാം. Then support reaction ചെക്ക് ചെയ്യാം. Then external forces ചെക്ക് ചെയ്യാം. Okay. Okay. Then weight. So our weight 200 Newton. Centering രണ്ടിനും ആക്ട് ചെയ്യുന്നുണ്ട് 200 Newton. Then support reactions. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഞാനതിന് RP എന്ന നെയിം കൊടുക്കാമെന്ന് പറഞ്ഞു. Then ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. I name it as RQ. Then ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ I name it as RR. Then ഒരു റിയാക്ഷൻ ഇങ്ങനെ, ഒരു റിയാക്ഷൻ ഇങ്ങനെ. From center ഈ പോയിന്റ് ടച്ച് ചെയ്തു. Then ഈ പോയിന്റ് is touching towards here. ഈ പോയിന്റ് വെർട്ടിക്കലി പാസ് ചെയ്ത് പോകുന്നതാണ്. Then ഈ point is also, this point is also touching here. Okay. Then let this be R, AB, R, AB. So ഈ ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1, 2, 3, 4 ഫോഴ്സസ്. ഈ ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3 ഫോഴ്സസ്. നിങ്ങൾക്ക് ഇവിടുന്ന് ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. സോ ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ള നെക്സ്റ്റ് സ്റ്റേജിന് വേണ്ടി യു നോ ദിസ് ആസ് 90. നിങ്ങൾക്ക് ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 90 ആണ് എന്നുള്ളത് കൊണ്ട് ഏറെക്കുറെ ബാക്കി 2 ആംഗിളിനെ പറ്റി ഐഡിയ കിട്ടും. സോ ആ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും 2 ഡയമെൻഷൻസ് അറിയാവുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ഒരു ട്രയാംഗിൾ ലെറ്റ്സ് കൺസിഡർ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇഫ് ഐ നോ എനി ഓഫ് ദ 2 ഡയമെൻഷൻസ് എനിക്ക് ഈ ആംഗിൾ ഇന്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാം. സോ അതിനുവേണ്ടി ഞാൻ ഏതെങ്കിലും 2 ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഐ നോ ദിസ് ആസ് ദ റേഡിയസ്. ഇത് റേഡിയസ് ആണ് എന്ന് എനിക്കറിയാം. ഒരെണ്ണം ഹൈപ്പോട്ടനസ് എനിക്ക് കിട്ടി. എനിക്ക് വേണ്ടത് ഏതൊർ ഓപ്പോസിറ്റ് സൈഡ് ഓർ അഡ്ജസ്റ്റന്റ് സൈഡ്. അഡ്ജസ്റ്റന്റ് സൈഡ് കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുവാണ്. ഐ നോ ദിസ് ആസ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടർ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 400. അപ്പം ഇതും റേഡിയസ് ആയിരിക്കും. ദെൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത്രയും ഉള്ളതും എനിക്കറിയാം റേഡിയസ് ആയിരിക്കും. ദെൻ എന്നോട് ചോദിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഡയമെൻഷൻസ് ആണ്. എനിക്ക് ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഫോം ചെയ്താൽ എൻ്റെ ഇന്റേണൽ ആംഗിൾ. സോ അത് കിട്ടാൻ വേണ്ടി എനിക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഇഫ് ഐ നോ ഇറ്റ് ആസ് 720 തന്നിട്ടുണ്ടെങ്കിൽ ഇഫ് ഐ എം 720 എനിക്ക് ഈ 2 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ബോട്ടം സൈഡ് കിട്ടും. ദെൻ ഐ ക്യാൻ ഫൈൻഡ് ദിസ് ആംഗിൾ. സോ ദാറ്റ് ആംഗിൾ വിൽ കം ആസ് 36.873. ഓക്കെ. സോ ആ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെയും ആക്ട് ചെയ്യുന്നത്. So once I know this angle, as the system is in equilibrium, I can apply the laws of equilibrium. So this is how you can draw a free body diagram. Angles kandupidikka. First stage is to find your self weight. Self weight undo check cheya. Then support reactions check cheya. Then external forces endengilum edengalum doorathilundo check cheya. Ivodunnu illarunnu. Fourth one, angles kandupidikka. You draw your reactions and forces. Then idengane solve cheyyamennallu. Solve ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് equilibrium conditions apply ചെയ്യാം as the system is in equilibrium. So we will write as
the system is in equilibrium. The system equilibrium is we will be writing sigma fx. We know sigma fx equal to 0, sigma fy equal to 0. ഇനി നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റം ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പം individually considering. So if the system is in equilibrium, then roller 1 and roller 2 will also be in equilibrium. അത് കാരണം individually ഇത് equilibrium കാരണം we will consider system separately. So consider the system, consider the upper cylinder. Upper cylinder. നിങ്ങൾക്ക് upper cylinder മാത്രം എടുത്ത് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ then you know അവിടെ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, then weight അവൈലബിൾ ആയിട്ടുണ്ട്, then ഈ ആർ എ ബി എന്നുള്ള കമ്പോണന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ മൂന്നിന്റെയും കേസ് നിങ്ങൾക്ക് അവിടെയും സിഗ്മ എഫ് എക്സ് വേണം, സിഗ്മ എഫ് ഐ വേണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞതുപോലെ സോൾവ് ചെയ്യാം. സോ ഐ എം ഗോയിങ് വിത്ത് സിഗ്മ എഫ് വൈ. For sigma fy equal to 0, if I am solving it will be, I will get in the vertical component, so that is RAB. I will get RAB sin theta minus 200 equal to 0, or I will get RAB as 333.33 Newton. The solve അങ്ങനെ വരും. Once I know this much, ഈ RAB വാല്യൂ എനിക്കറിയാമെങ്കിൽ എനിക്ക് horizontal conditions evaluate ചെയ്യാം. My horizontal condition sigma fx equal to 0 evaluate ചെയ്യുവാണെങ്കിൽ I will get RAB cos theta. ഇത് towards left ആയിരിക്കും, so it will be having a negative sign. Then എനിക്കറിയാം okay, ഞാൻ ഈ ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഈ സപ്പോർട്ട് റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ബോഡി ഈസ് ഗിവിംഗ് എ സപ്പോർട്ട് ഹിയർ. അതായത് ഈ ഒരു ടോപ്പ് ബോഡി കൺസിഡർ ചെയ്യുന്നു. ടോപ്പ് ബോഡിയിൽ ഉള്ളത് ഇവിടുന്ന് വരുന്ന ഒരു സപ്പോർട്ട്, ദെൻ ഇവിടുന്ന് വരുന്ന ഒരു സപ്പോർട്ട്, വെയിറ്റ്. Okay, so this is having horizontal component like this, vertical component like this. Okay, so you will get vertical component positive RAB. Okay, sin theta. Then we will get RAB cos theta is towards the right hand positive, then minus RR equal to 0, or if you are solving you will get RR equal to, because RAB namakariam, theta namakariam, so we will get RR as 266.67. So once we know ഇതിലെ values, because നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ RAB എന്നുള്ള വാല്യൂ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. So consider the bottom cylinder. Bottom cylinder കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇവിടുന്ന് ഒരു RP അവൈലബിൾ ആയിട്ടുണ്ട്, ഇവിടുന്ന് ഒരു Q അവൈലബിൾ ആയിട്ടുണ്ട്, വെയിറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്, ദെൻ ഈ ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് RAB അവൈലബിൾ ആയിട്ടുണ്ട്, വിച്ച് ഈസ് ഹാവിങ് ആൻ ആംഗിൾ തീറ്റ. നിങ്ങൾ ഇത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫോർ സിഗ്മ FY equal to 0, സിഗ്മ FX equal to 0 എന്നുള്ള കണ്ടീഷൻ സോൾവ് ചെയ്യാം. So I'm first I'm writing sigma FY equal to 0. For sigma FY equal to 0 എന്നുള്ള കണ്ടീഷൻ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ I will get RP minus, sorry, sigma FY ആണ്. So sigma FY എടുക്കുമ്പോൾ RQ will be taken first. RQ positive ആണ്, minus W we know it as 200, minus 200. Then ഇതിന്റെ vertical component RAB sin theta, RAB we know it as 333. Downward side ഇതിന്റെ vertical component will be downward, so it will be having a negative sign, minus 333.33
sin theta equal to 0. The solve ചെയ്യുവാണെന്നുണ്ടെങ്കിൽ we will get RQ is equal to 400 Newton. So similarly, നമ്മൾ for sigma fx equal to 0 എന്നുള്ള കണ്ടീഷൻ ആണ് എടുക്കുന്നതെങ്കിൽ RP നമുക്ക് കാണും towards right positive, then W ന്റെ RQ ന്റെ terms കാണത്തില്ല, minus RAB നമുക്ക് R so RP minus then ഇതിന്റെ vertical horizontal component RAB cos theta equal to 0. RAB യുടെ വാല്യൂ നമുക്കറിയാം, തീറ്റയുടെ വാല്യൂ അറിയാം, then RP യുടെ ഇക്വേഷൻ നമുക്ക് ഇതിന് കിട്ടും. We will get RP is equal to, if you are solving it, we will get RP as 266.67 Newton. Because we know RAB, തീറ്റ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ RP യുടെ വാല്യൂ കിട്ടും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒബ്ജക്റ്റീവ് RP കണ്ടുപിടിച്ചു, RQ കണ്ടുപിടിച്ചു, RR കണ്ടുപിടിച്ചു. So this is how നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, അതായത് ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ എക്സ്പാൻഡ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. സോ ഈ they are asking only ഫ്രീ ബോഡി ഡയഗ്രാം ചെക്ക് ചെയ്യുക, അതിന്റെ സെൽഫ് വെയിറ്റ്, സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടോ ചെക്ക് ചെയ്യുക, എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടോ ചെക്ക് ചെയ്യുക, then ആംഗിൾസ് കണ്ടുപിടിക്കുക, യു ഡ്രോ ഇറ്റ് പെർഫെക്റ്റ്ലി. എപ്പോഴും ഓർക്കുക സപ്പോർട്ട് റിയാക്ഷൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. then സിസ്റ്റംസ് അനുസരിച്ച് അതിന്റെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞതുപോലെ റിയാക്ഷൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ, so you analyze each of your system individually. നിങ്ങൾക്ക് ഏറ്റവും കുറവ് അൺനോൺസ് എവിടെയാണോ അത് ആദ്യം സോൾവ് ചെയ്യുക. ഇപ്പോഴത്തെ കേസിൽ അപ്പർ സിലിണ്ടറിലായിരുന്നു മിനിമം അൺനോൺസ്. So we are solving upper cylinder first, then moving with the results of upper cylinder to a downward cylinder. അതുപോലെ നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം ആണ് നിങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിൽ എവിടെയാണോ അൺനോൺസ് കുറവുള്ളത് അത് സോൾവ് ചെയ്യുക. അവിടുന്ന് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് അൺനോൺസ് കൂടുതലുള്ളിടത്തോട്ട് മൂവ് ചെയ്യുക. സോൾവ് യുവർ ഇക്വേഷൻ sigma fx equal to 0, sigma fy is equal to 0, അല്ലെങ്കിൽ sigma f horizontal is equal to 0, sigma f vertical is equal to 0. ഇത്ര സോൾവ് ചെയ്യുക, you will get your solution. The next type is moment problems. So moment problem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് കാണും, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിങ്ങൾ മൊമെന്റ് നിങ്ങളോട് ആസ്ക് ചെയ്യും. ഇതാണ് ക്വസ്റ്റ്യൻ ടൈപ്പ്. സോ അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം എടുക്കാം. കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് F 10 kN ആക്ടിങ് അറ്റ് എ പോയിന്റ് A as shown in figure when the angle is, മൂന്ന് ആംഗിൾ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. theta equal to 0, theta equal to 30, theta equal to 90. So if we are considering ആ ഒരു കണ്ടീഷൻ ഞാൻ ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു ഫോഴ്സ് സിസ്റ്റം തന്നിരിക്കുന്നു. ഫോഴ്സ് സിസ്റ്റത്തിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉള്ള ഒരു ഫോഴ്സ് സിസ്റ്റം. ദെൻ ഈ ആംഗിൾ നമുക്ക് അവൈലബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡയമെൻഷൻ we got it as 2.5 meter. This we know it as 4.33 meter. This we know it as 5 meter. Okay, first case your theta equal to 0 condition. So your force will be acting like this. Second case, theta is equal to 30 degree. So the angle theta nu parayunnathu, this angle will be 30. So same triangle. This angle is 30. The angle 30 ആണെന്ന് given ആണ്. So this angle is also 30. So this is your second case. You have to find moment. Then third case, theta is equal to 90 degree or
ഈ മൂന്ന് കണ്ടീഷനിലെ മൊമെന്റ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എബൌട്ട് ദ പോയിന്റ് ഓ, എബൌട്ട് ദ പോയിന്റ് മൊമെന്റിന്റെ ക്വസ്റ്റ്യനിൽ ആദ്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഉള്ളത് റിക്വയർമെന്റ് മൊമെന്റ് അബൌട്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് അറ്റ് ഓ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റിക്വയർമെന്റ് അതാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, ആംഗിൾസ് തന്നിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഗിവൺ കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ നമുക്ക് അറിയാവുന്ന തിയറി, നമുക്കറിയാം മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അത് ഇവിടോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി എപ്പോഴും മൊമെന്റിന്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റ്, എബൌട്ട് എ പോയിന്റ് എന്ന് പറഞ്ഞാണ് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. ഇവിടെ എബൌട്ട് പോയിന്റ് ഓ എന്ന് പ്രൊവൈഡ് ചെയ്തത് കാരണം അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ദെൻ യു ഐഡന്റിഫൈ എ ഫോഴ്സ്. ഏത് ഫോഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് കേസ്, ഫൈൻഡ് യുവർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ ഫോഴ്സും നിങ്ങളുടെ എബൌട്ട് പോയിന്റ് ഏത് പോയിന്റും ആണോ ആ പോയിന്റുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഫോർത്ത് വൺ, എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്യുക, മൊമെന്റ് കണ്ടുപിടിക്കുക. ഫിഫ്ത്ത് വൺ, ഫൈൻഡ് ഓറിയന്റേഷൻ ഓഫ് മൊമെന്റ്. മൊമെന്റിന്റെ ഓറിയന്റേഷൻ കണ്ടുപിടിക്കുക. അത് ക്ലോക്ക് വൈസ് ആണോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നിങ്ങളുടെ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി അതിനു വേണ്ടി ഈ ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ട് ഉണ്ട്, സോ അതും വിട്ടുപോകരുത്. ഓൾസോ കാൽക്കുലേറ്റ് ദ മാക്സിമം മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് ഓ. മാക്സിമം മൊമെന്റ് വരുന്ന കേസ് കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് 3 കേസ് വന്നിട്ടുണ്ട്. ഈ 3 കേസിലും നമുക്ക് നോക്കാം, എല്ലാം എബൌട്ട് പോയിന്റ് ഓ ആണ്. എബൌട്ട് പോയിന്റ് ഓ ആണ് ഓരോ കേസിലും. ഐഡന്റിഫൈ ഫോഴ്സ്. 3 കേസിലും ഫോഴ്സ് എഫ് മാഗ്നിറ്റ്യൂഡ് 10 ആണ്. ആ ഫോഴ്സ് ആണ് 3 കേസിലും. അതും ഫൈൻ. തേർഡ് വൺ, ഫൈൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഹെഡേക്ക്. സോ ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തുമായിട്ട്, ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മുടെ കൺസേൺഡ് പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഫോഴ്സിന്റെ ലൈൻ സർ, പക്ഷേ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ ആക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനില്? ഓക്കെ, സോറി. The force is acting in opposite direction. Force is acting in this direction. Is acting in this direction. Okay, fine. Force in the line of action extend ചെയ്യുക. O എന്നുള്ള പോയിന്റ് പാസ് ചെയ്യുന്നിടത്തൂടെ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ ആ ലൈൻ ഓഫ് ആക്ഷനിൽ നിങ്ങൾക്ക് 90 ഡിഗ്രി വരയ്ക്കാൻ പറ്റുന്ന ഒരു ലൈൻ, അത് ഓയിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഇൻ ഫസ്റ്റ് കേസ് നിങ്ങളുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ തന്നെയായിരിക്കും. ഈ ഹൈറ്റ് തന്നെയായിരിക്കും. ബിക്കോസ് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതായിരിക്കും, 2.5 മീറ്റർ. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സിന്റെ മാക്സിമം അറിയാം, F is equal to 10 kilonewton. നമുക്കതറിയാം. നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അറിയാം, 2.5. സോ മൊമെന്റ് അബൌട്ട് O is equal to force into perpendicular distance, which is equal to 10 into 2.5 equal to 25 kilonewton meter. ഇനി അതിന്റെ ഓറിയന്റേഷൻ നോക്കുക. അതിന്റെ ഓറിയന്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, O സെന്റർ ആക്കിക്കൊണ്ട് എഫ് റൊട്ടേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എഫ് ഇങ്ങനെ മൂവ് ചെയ്ത് സോ റൊട്ടേഷൻ ഓഫ് ദിസ് കൈൻഡ് വിൽ ബി ഫോമിങ്. O സെന്റർ ആയിട്ട് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ and that will be a counter clockwise rotation. So 25 kilonewton counter clockwise. So that will be your case 1. ഇനി സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെയും ഫോഴ്സ് നമുക്കറിയാം 10 ആണ്. ഫോഴ്സ് is equal to 10 kilonewton. എഫിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, O പാസ് ചെയ്യുന്നതിന്റെ അടുത്തൂടെ. ആസ് ബോത്ത് ദീസ് ആംഗിൾ ആസ് 30 ഡിഗ്രി, ഈ രണ്ട് ആംഗിളും 30 ആയതുകൊണ്ട് എഫിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വിൽ ബി പാസിംഗ് ത്രൂ O. And if the line of action is passing through നമ്മുടെ കൺസേൺഡ് പോയിന്റ്,
നമ്മുടെ മൊമെന്റ് വിൽ ബി 0 because there won't be any perpendicular distance. Perpendicular distance 0 ആയിരിക്കും. അത് കാരണം നിങ്ങളുടെ ക്രിയേറ്റഡ് ആവുന്ന മൊമെന്റും 0 ആയിരിക്കും. Then third case ഞാൻ പറഞ്ഞു theta equal to 90 degree. അവിടെ നമ്മൾ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഓയിലോട്ട് എപ്പം വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. So that will be same as the base of a triangle. അങ്ങനെയാണെങ്കിൽ we know this distance as 4.33. So we know perpendicular distance as 4.33 meter. Force നമുക്കറിയാം 10 kilonewton. Then moment at O will be equal to force into perpendicular distance, which will be equal to 10 into 4.33 is equal to 43.3 kilonewton meter. O pin ചെയ്തിട്ട് F rotate ചെയ്യുവാണെന്നുണ്ടെങ്കിൽ you will be getting a rotation like this. O pin ആയിട്ട് F rotate ചെയ്യുവാണെന്നുണ്ടെങ്കിൽ which will be a clockwise rotation. So 43.3 kilonewton meter clockwise. So this is your third condition. So first condition നമുക്ക് solve ചെയ്യാം, second condition solve ചെയ്യാം, third condition നമുക്ക് solve ചെയ്യാം. Okay. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ മാക്സിമം മൊമെന്റ് ഓഫ് ഫോഴ്സ്. മാക്സിമം മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് കാരണം ക്രിയേറ്റ് ആവാൻ പറ്റുന്ന മാക്സിമം മൊമെന്റ് അതെന്തായിരിക്കും എന്നുള്ളത്. സോ ഇത് കാരണം ക്രിയേറ്റഡ് ആവുന്ന മാക്സിമം മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്റ്റൻസ് എ എന്നുള്ള പോയിന്റുമായിട്ട് ഇതിനുണ്ടാവുന്ന മാക്സിമം ഡിസ്റ്റൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും പോയിന്റുമായിട്ട് ഇതിനുണ്ടാവുന്ന മാക്സിമം ഡിസ്റ്റൻസ്, മാക്സിമം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് എപ്പോഴും ഉണ്ടാവുന്നത് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഫോഴ്സിന് മാക്സിമം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒ എ എന്ന് പറഞ്ഞ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കേസിലായിരിക്കും. ഒ എ എന്ന് പറഞ്ഞ ലൈന് പെർപെൻഡിക്കുലർ ആവുകയാണ് നിങ്ങൾക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് മൊത്തം കിട്ടും. അതല്ല ഇത് വേറെ ഏതെങ്കിലും സൈഡിലോട്ടാണ്, ഇതിന്റെ ആംഗിൾ ഈ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഓയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുമ്പം അത് എയ്തർ റിലേറ്റഡ് ടു ഈ ഒരു 2.5 ഹൈറ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് ടു 4.33 മീറ്റർ, നിങ്ങൾക്ക് ഒരിക്കലും 5ന്റെ അടുത്ത് കിട്ടത്തില്ല. സോ മാക്സിമം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടുന്ന കേസ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഒ എ എന്നുള്ള കേസാണ്. സോ അത് നമ്മൾ എഴുതുക. സോ കേസ് നമ്പർ 4, നമുക്ക് ഫോർത്ത് കേസ് എന്ന് പറയുന്നത് maximum moment can be obtained when the line of action of force is perpendicular to OA. അതായത് നിങ്ങളുടെ ട്രയാങ്കിൾ ഇതാണ്, O ഇതാണ്, A ഇതാണെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് F എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു OA വരുന്ന കേസ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റ് in this case is equal to F into OA, കാരണം perpendicular distance OA ആണ്. So F into OA or 10 into 5 or 50 kilonewton meter. O pin ചെയ്തുകൊണ്ട് F rotative ആണെങ്കിൽ we will get a rotation like this. So 50 kilonewton meter in clockwise. So this is our fourth part. Okay, then we will move to our last case, Varigman's theorem in the problems. So let's move to Varigman's theorem problems. Calculate the moment given. ഒരു particular case നമുക്ക് തന്നിട്ട് അവിടുത്തെ moment ആണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So Varigman's theorem പറയുന്നത് ഒരു particular force കാരണം created ആവുന്ന moment that will be equal to ആ സെയിം ഫോഴ്സിന്റെ റിസൾട്ടന്റ് കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ്സിന്റെ ആൽജിബ്രൈക് സം, ദാറ്റ് ഈസ് Varigman's theorem. അതായത് മൊമെന്റ് ക്രിയേറ്റഡ് അറ്റ് എനി പോയിന്റ് സേ O
moment created at any point because of the resultant will be equal to moment created at that point because of its components and algebraic sum of the components. രണ്ട് കമ്പോണന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കമ്പോണൻസിന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര കമ്പോണൻസ് ഉണ്ടോ അത്രയും കമ്പോണൻസ് ഉണ്ട്. So that is your Varicans theorem. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇത് വെച്ച് എക്സ്പ്രസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ദ ഗിവൺ ഫോഴ്സ് F is equal to 10 kN at a point O as shown. ഒരു കേസ് നമുക്ക് തന്നിരിക്കുന്നു. ആ കേസിൽ ഒരു ഫോഴ്സ് നമുക്ക് തന്നിരിക്കുന്നു. ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 80. നമുക്ക് ചോദിച്ചേക്കുന്ന മൊമെന്റ് അറ്റ് O. So നമുക്ക് കണ്ടീഷൻ നമുക്ക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് അറ്റ് O ആണ്. ഗിവൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോഴ്സ് and the angle ഇത്രയുമായിരിക്കും നമുക്ക് given condition. And your third condition is so dimensions തന്നിട്ടുണ്ട്. Dimensions. Third is your theory. Theory നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു തിയറി ആണ് നമ്മുടെ തിയറി അവൈലബിൾ ആയിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ കൊണ്ടുവരണം. ബിക്കോസ് നമ്മൾ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ O എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് നമുക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറ്റും. ഓയിലോട്ടൊരു പെർപെൻഡിക്കുലർ. സോ ദിസ് വിൽ ബി ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി. ഈ പറഞ്ഞ ഡി കണ്ടുപിടിക്കാൻ പ്രാക്ടിക്കലി നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് തിയറി അപ്ലൈ ചെയ്യുന്നത്. ഈ ഡി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പ്രാക്ടിക്കലി നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാതെ ഡയറക്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യാതെ ഇൻഡയറക്റ്റ് ആക്കി എടുക്കുന്നു. ദാറ്റ് വി ആർ സ്പ്ലിറ്റിംഗ് ദിസ് 10 kN ഫോഴ്സ് ഇൻടു 2 കമ്പോണൻസ്. അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് F cos 80 എന്ന് പറഞ്ഞൊരു കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് F sin 80 എന്ന് പറഞ്ഞ ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഡെവലപ്പ് ചെയ്തിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ബിക്കോസ് അതാണ് നമ്മൾക്ക് ഈ ഒരു കേസിൽ സൗകര്യമായിട്ട് വരുന്നത്. ഇനി നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് രീതിയിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ നോർമൽ എക്സ് ആൻഡ് വൈ ആക്സിസ് വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ വരച്ചതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. സോ ദാറ്റ് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ദിസ് മച്ച് ഡിസ്റ്റൻസ്. യു നോ ദ ഹൈപ്പോട്ടന്യൂസ്, യു നോ ദ ആംഗിൾ. നിങ്ങൾക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. ആസ് ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഈ ഡിസ്റ്റൻസ് കിട്ടും. ഇനി ഇത് വെർട്ടിക്കലായിട്ട് വരുമ്പോൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ലൈൻ ഓഫ് ആക്ഷൻ ആയിട്ടുണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതേ സെയിം റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ആക്സിസ് വരയ്ക്കുന്നതിന് പകരം ഇതിനെ നിങ്ങൾ വേറൊരു രീതി റിസോൾവ് ചെയ്യുന്നു. ഈ പ്ലെയിനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് ആൻഡ് വൈ ആക്സിസ് എടുക്കാം. അതായത് ഈ ഇൻക്ലിനേഷനുള്ള പ്ലെയിനിൽ തന്നെ എക്സ് ആൻഡ് വൈ ആക്സിസ് എടുക്കാം. സോ ദാറ്റ് ഇപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് വി നോ ദിസ് ആസ് 20. അതുകൊണ്ട് ഈ ആംഗിളും 20 ആയിരിക്കും. ടോട്ടൽ ആംഗിൾ 80. സോ ദിസ് ആംഗിൾ വിൽ ബി 60. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എഫിന് ഉണ്ടാകുന്ന ഈ കമ്പോണന്റ് വിൽ ബി F cos 60 and this angle will be F sin 60. സോ ഒന്നുകിൽ നിങ്ങൾക്ക് നോർമൽ എക്സ് വൈ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലെയിൻ അനുസരിച്ച് എക്സ് വൈ എടുക്കാം. അങ്ങനെ എടുക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഈ F cos 60 എന്ന് പറഞ്ഞിട്ട് ആസ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ O, there won't be any moment created by F cos 60. Then F sin 60 will be the long term available for us. Then F sin 60 ഇതുമായിട്ട് പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ഈ ഹൈപ്പോട്ടന്യൂസ് തന്നെ ആയിരിക്കും, which is equal to 5 meter. So let's try to solve it. ഞാൻ ആ ഒരു സെക്കൻഡ് കേസ് എടുത്ത് മൂവ് ചെയ്യുവാണ്. സോ എനിക്കത് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ I'm drawing it as ഈ ഒരു പോയിന്റ് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ so this will be my 10 cos 60. 10 ആയിരുന്നു മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതുകൊണ്ട്. And this will be my 10 sin 60. Then this distance I know it as 5 meter. This I know it as 4. Okay. ഇതായിരുന്നു നമ്മുടെ എക്സിസ്റ്റിംഗ് ഫോഴ്സ്. 10 എന്ന് പറഞ്ഞ എക്സിസ്റ്റിംഗ് ഫോഴ്സ് ഇതായിരുന്നു. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരുന്നു 60. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ടേംസ് എടുത്തത്.
Okay, from the given system, it can be redrawn as shown in figure. നമ്മൾ ഫിഗർ വരച്ചേക്കുന്ന പോലെ റീഡ്രോ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നു. അപ്ലൈയിങ് വാരിക്നൻസ് തിയറം, we know moment about O is equal to 10 കാരണം ക്രിയേറ്റഡ് ആവുന്ന മൊമെന്റ് നമുക്കറിയാം, that will be 0. or perpendicular distance 0 ആയിരിക്കും. സോ അതിൻ്റെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 10 cos 60 into 0 എന്ന് പറഞ്ഞൊരു ടേം. Then will be another term ഇത് കാരണം ക്രിയേറ്റഡ് ആവുന്ന, സോ ദിസ് വിൽ ബി 0. 10 sin 60 കാരണം ക്രിയേറ്റഡ് ആവുന്ന ഒരു മൊമെന്റ് 10 sin 60 into ഈ ഡിസ്റ്റൻസ്, that will be into 5. O വെച്ചിട്ട് പിൻ ചെയ്തിട്ട് 10 sin 60 മൂവ് ചെയ്യുവാണെങ്കിൽ you are getting a clockwise rotation, so this moment will be positive. നിങ്ങൾക്ക് 0 plus 10 sin 60 into 5 എന്ന് പറഞ്ഞു വരും, or you will get it as 43.30 kilonewton meter or 43.30 kilonewton meter. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ ഈ ഒരു എക്സ്പ്രഷൻസ് ആദ്യം പറഞ്ഞ പോലെ വെർട്ടിക്കലി ഹൊറിസോണ്ടലി എടുത്തു കഴിഞ്ഞാലും ഈ എക്സ് ആക്സിസ് വൈ ആക്സിസ് എടുത്തു പറഞ്ഞാലും, സോ യുവർ ഫസ്റ്റ് ഫോഴ്സിന്റെ അതായത് ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 sin 20 ആയിരിക്കും. വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഈ ഒരു വെർട്ടിക്കൽ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് 5 cos 20 ആയിരിക്കും. So if you are expressing that, you will get the same answer. Moment about O എന്ന് പറയുന്നത് 10 നമ്മുടെ 80 ആയിരുന്നു ആംഗിൾ, സോ 10 sin 80 into 5 cos 20 minus 10 cos 80 into 5 sin 20 എന്ന് പറഞ്ഞു വരും, which is same as 43.3 kilonewton meter. വർക്ക് കുറവുള്ളത് നിങ്ങൾക്ക് പ്ലെയിൻ അനുസരിച്ച് എടുക്കുന്നതാണ്, സോ യു ക്യാൻ ഫോളോ ദാറ്റ് മെത്തേഡ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് പാർട്ട് 3. നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഈ റിവിഷൻ ക്ലാസ്. സോ ദീസ് ആർ ദ 7 മേജർ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് മൊഡ്യൂൾ 1. ഇതിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ആയിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ ഓവറോൾ ഉള്ളത്. ടൈപ്പ് 1 പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ആയിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ. സെക്കൻഡ് 1 ലാമിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കാം. തേർഡ് 1 റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റം, ഒരു ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ റിസൾട്ടൻ്റ്. Then equilibrium conditions in the applications, that was a fourth type. Then fifth type, free body diagram, either in a single body or a multiple body system. Free body diagram in the applications അത് വെച്ചിട്ടുള്ള problem solving reactions find ചെയ്യാൻ അതൊക്കെ ആവാം ആ ഒരു പാർട്ടിൽ വരുന്ന questions. Then moments in the problems, moments എങ്ങനെ കണ്ടുപിടിക്കാം, like in different points force active ആണെങ്കിൽ about a particular point how the moments are working. So that was all about type 6. Last part was about Varigman's theorem, Varigman's theorem applications. So these are the 7 major types of problems associated with module 1. Thank you.